റെയിൽവേ മന്ത്രി നിർദ്ദേശിച്ചതിനാൽ കേരളത്തിൽ അതിവേഗ റെയിൽ പദ്ധതി നടപ്പാക്കുന്ന പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയാണെന്ന് ഇ ശ്രീധരൻ. തിരുവനന്തപുരം ടു കോഴിക്കോട് 2 hours 30 minutes. തിരുവനന്തപുരം ടു കണ്ണൂർ 3 hours 15 minutes. To start with, train 8 കോച്ചുകളാവും. പിന്നെ അത് വേണമെങ്കിൽ 12 കോച്ചാക്കാം. മാക്സിമം 16 കോച്ചേ മാക്സിമം പറ്റുള്ളൂ. ലാൻഡ് അക്വിസിഷൻ മിനിമം 25 മീറ്റർ വീതിയിലെ ലാൻഡ് എടുക്കുള്ളൂ. ഒരു 70% എലിവേറ്ററാണ്. പിന്നെ 20% DPR തയ്യാറായി കഴിഞ്ഞാൽ 5 വർഷത്തിനുള്ളിൽ പണി തീർത്തു തരാം എന്ന് അദ്ദേഹം പറയുന്നു. അതിവേഗ റെയിൽപാതയുടെ കണക്ക് പറയുമ്പോൾ അദ്ദേഹം വളരെ വ്യക്തമായി സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അതിലേറെ പ്രധാനപ്പെട്ടത് 70% മേൽപാതകളായിരിക്കും. 25% വരെയെങ്കിലും ടണലുകൾ, 5 മുതൽ 10% വരെ നിരപ്പായ സ്ഥലത്തുകൂടെയുമാണ് ഈ പാത പോവുക. നിലവിലുള്ള റെയിൽപാതയുമായി ഒരു ബന്ധവുമില്ല, എല്ലാം പുതുതായി വരുന്നു. അതിലേറെ പ്രധാനപ്പെട്ടത് കേരളത്തിലെ വിമാനത്താവളങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഈ റെയിൽപാത കടന്നു പോകുന്നത്. മലപ്പുറം നഗരത്തിലൂടെ, മലപ്പുറത്തിന്റെ ഹൃദയഭാഗത്തുകൂടെ തന്നെ ഈ ഒരു റെയിൽപാത പോകും എന്നുള്ള ഒരു സവിശേഷത കൂടെ എന്തായാലും അദ്ദേഹം നിലവിൽ വിശദീകരിച്ച പദ്ധതിക്കുണ്ട് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം കേന്ദ്ര റെയിൽവേ മന്ത്രിയെ കണ്ട സമയത്താണ് ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞത്. 1 ലക്ഷം കോടി രൂപ വരെ ഈ പദ്ധതി പൂർത്തിയാകുമ്പോൾ ചിലവ് വരാം എന്ന് പറയുന്നു. തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിൽ എത്താൻ വേണ്ടി 3 മണിക്കൂറും 15 മിനിറ്റും നേരം മാത്രമേ വേണ്ടൂ. പരമാവധി 200 കിലോമീറ്റർ വേഗത്തിൽ ഓടാൻ കഴിയും. പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം സ്റ്റോപ്പ് അനുവദിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ് അദ്ദേഹം വിശദീകരിച്ചത്.